11ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ ഹരികൃഷ്ണ. നമ്മൾ ഇന്ന് ഹ്യൂമൻ ഫിസിയോളജി എന്ന യൂണിറ്റിലെ ട്രാൻസ്പോർട്ടിനെ ആസ്പദമാക്കി, അതായത് ബോഡി ഫ്ലൂയിഡ്സ് എന്ന സർക്കുലേഷൻ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇത് നിങ്ങൾ 10th പഠിച്ച ട്രാൻസ്പോർട്ടേഷൻ ചാപ്റ്ററിന്റെ ഒരു തുടർച്ചയാണെന്ന് കരുതാം. സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ലോവർ ഓർഗാനിസത്തിലൊക്കെ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റവും ഹയർ ഓർഗാനിസത്തിൽ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റവുമാണ്. അപ്പോൾ എന്താണ് ഈ ഓപ്പണും ക്ലോസ്ഡും? ഓപ്പൺ എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഒന്നുമില്ല, ബ്ലഡ് വെറുതെ ബോഡി ഫ്ലൂയിഡിൽ ബോഡി ക്യാവിറ്റിയിൽ ഫില്ല് ചെയ്ത് ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് എങ്ങനെ ഇരിക്കും, അതുപോലെയാണ്. അതേസമയം ഹയർ ഓർഗാനിസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീങ്സിലൊക്കെ ഒരിക്കലും ബ്ലഡ് ഇങ്ങനെ ലീക്ക് ചെയ്ത് ഒഴുകുന്നില്ല. അത് ഡെഫിനറ്റ് ബ്ലഡ് വെസൽസിനകത്തൂടെ മാത്രമാണ് ഒഴുകുന്നത്. അതിനെ പറയുന്ന പേരാണ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അത് ലീക്ക് ചെയ്താൽ അത് ഇന്റേണൽ ബ്ലീഡിംഗ് ആണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനുമാണ്. ഇനി വെർട്ടിബ്രേറ്റിൽ വന്നാൽ നമുക്കറിയാം അവരുടെ ഹാർട്ടിന്റെ ചേംബേഴ്സിന്റെ എണ്ണം വ്യത്യസ്തമാണ് അല്ലേ. ആദ്യം ഫിഷസ് നോക്കുമ്പോൾ അതിന് 2 ചേംബേഴ്സ് മാത്രമേ ഉള്ളൂ, ഒരു ഏട്രിയവും ഒരു വെൻട്രിക്കിളും. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ബ്ലഡ് എവിടെ വരും? ഹാർട്ടിൽ വരുന്നു. അവിടെ നിന്ന് അത് ഗിൽസിലേക്ക് പമ്പ് ചെയ്യുന്നു, ചെകിളപ്പൂവിലേക്ക്. അവിടെ വെച്ചിട്ട് അത് ഓക്സിജനേറ്റഡ് ആകുന്നു. പക്ഷെ അത് തിരിച്ച് ഹാർട്ടിൽ വരാതെ നേരെ ബോഡി പാർട്സിൽ പോകുന്നു. അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിളിൽ ഈ ബ്ലഡ് ഒരു തവണ മാത്രമേ ഹാർട്ടിൽ കൂടി കടന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് പറയും? സിംഗിൾ സർക്കുലേഷൻ. അതുപോലെ തന്നെ ഫിഷിന്റെ ഹാർട്ടിൽ കൂടി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് നമുക്കതിനെ വെനമസ് ഹാർട്ട് എന്നും പറയാം. ഇനി ആംഫീബിയൻസിലും റെപ്റ്റൈൽസിലും വരുമ്പോൾ ഹാർട്ടിന് 3 ചേംബേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ വെൻട്രിക്കിൾസിൽ ഒരു പാർഷ്യൽ മിക്സിംഗ് ഓഫ് ബ്ലഡ് നടക്കുന്നുണ്ട്. പക്ഷേ ക്രോക്കഡൈൽസിൽ മാത്രം, അതൊരു റെപ്റ്റീലിയൻ ആണെങ്കിലും അതിൽ 4 ചേംബേർഡ് ഹാർട്ടാണ് ഉള്ളത്. ഇനി ബേർഡ്സിലും മാമൽസിലും വളരെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള 4 ചേംബേർഡ് ഹാർട്ട് ഉണ്ട്. അതിനൊരു റീസൺ ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ താപനില കോൺസ്റ്റന്റ് ആണ്, നമ്മൾ ഹോമിയോതേംസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധാരാളം എനർജി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം ബ്ലഡിന്റെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി നിർത്താൻ. അതിന് വേണ്ടിയിട്ടാണ് വെൽ സെപ്പറേറ്റഡ് ഹാർട്ട് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ 10th നിന്ന് പഠിച്ചതിൽ നിന്ന് കുറച്ചുകൂടി ചില ടിഷ്യൂസ്, നോഡൽ ടിഷ്യൂസും വാൽവ്സും ഒക്കെ പേര് പഠിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൻ്റെ ഡയഗ്രാം 10th ഞാൻ എങ്ങനെ വരയ്ക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു സിമ്പിൾ ഡയഗ്രാം. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങളത് നോക്കി മനസ്സിലാക്കണം. ഇപ്പോൾ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഹാർട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ചേംബേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ ആദ്യത്തെ അപ്പർ ചേംബേഴ്സിനെ നമ്മൾ എന്താ പറയുന്നത്? ഓറിക്കിൾസ് അഥവാ ഏട്രിയം എന്നാണ് പറയുന്നത്. ഏട്രിയ പ്ലൂറൽ, ഏട്രിയം സിംഗുലർ. സോ ഈ ഭാഗമാണ് റൈറ്റ് സൈഡ്. അപ്പോൾ ഇത് റൈറ്റ് ഏട്രിയം, ഇത് ലെഫ്റ്റ് ഏട്രിയം. ഇത് റൈറ്റ് വെൻട്രിക്കിൾ, ഇത് ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെന്റെ റൈറ്റ് സൈഡ് ആണ്. പക്ഷെ ഞാനിവിടെ ലെഫ്റ്റ് എന്നാണ് മാർക്ക് ചെയ്തത്. അതിന്റെ കാരണം നമ്മൾ എപ്പോൾ വരയ്ക്കുമ്പോഴും അതിവിടെ ഒരു വ്യക്തി ഉള്ളതായിട്ട് സങ്കല്പിക്കുന്നു. ഞാനൊരു വ്യക്തിയുടെ ഹാർട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് സൈഡ് ഇതാണ്, റൈറ്റ് സൈഡ് ഇവിടെയാണ്. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വോളുണ്ട്. നമ്മൾ അതിനെ പറഞ്ഞ പേരെന്താണ്? സെപ്റ്റം. പക്ഷെ ഇവിടെ റൈറ്റ് ഏട്രിയവും ലെഫ്റ്റ് ഏട്രിയവും കൂടി സെപ്പറേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ ഇന്റർ ഏട്രിയൽ സെപ്റ്റം എന്ന് പറയും. ഇന്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇടയ്ക്കുള്ള അല്ലെ. ഏട്രിയയുടെ ഇടയ്ക്കുള്ളതിനെ ഇന്റർ ഏട്രിയൽ സെപ്റ്റം. അപ്പൊ വെൻട്രിക്കിൾസിന് ഇടയ്ക്കുള്ളതെന്ന് ഗസ് ചെയ്ത് നോക്കി, എങ്ങനെ പറയാം? ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഓക്കെ. അപ്പൊ സെപ്റ്റം തന്നെ മുകളിലുള്ള ഭാഗം നമ്മൾ ഇന്റർ ഏട്രിയൽ ഓർ ഇന്റർ ഓറിക്കുലാർ എന്ന് പറയാം. ഇവിടെ ഇന്റർ വെൻട്രിക്കുലാർ സെപ്റ്റം. ഇനി വാൽവ്സ് ഉണ്ട്. ഇവിടെ റൈറ്റ് ഏട്രിയവും റൈറ്റ് വെൻട്രിക്കിളും തരംതിരിക്കുന്ന വാൽവിനെ പറയുന്ന പേരാണ് ട്രൈകസ്പിഡ് വാൽവ്. അതേസമയം ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിൽ തിരിച്ചിരിക്കുന്നത് ബൈകസ്പിഡ് വാൽവ്. ഓക്കെ. ബൈകസ്പിഡ് വാൽവിനെ നമ്മൾ മിട്രൽ വാൽവ് എന്നും പറയാറുണ്ട്. എന്തുകൊണ്ട് ട്രൈയും ബൈ എന്ന് ഉപയോഗിക്കുന്നത്? ട്രൈകസ്പിഡ് വാൽവ് എന്ന് പറയുമ്പോൾ അതിന് 3 ഫ്ലാപ്സ് ആണുള്ളത്. ബൈകസ്പിഡിന് 2 ഫ്ലാപ്സ്. ഈ 2 വാൽവ്സും കോഡേറ്റ് ടെൻഡിനെ എന്നുള്ള ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ട് പാപ്പിലറി മസിൽസുമായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാൽവ്സിന്റെ പേര്. ഇനി ഇവിടെ നമ്മുടെ വോൾ ലെയർ എന്ന് പറഞ്ഞാൽ പെരികാർഡിയൽ വോൾ ഉണ്ട്. ഓക്കെ. ഈ പെരികാർഡിയൽ വോളില് നമ്മുടെ ഏട്രിയത്തിന്റെ വോളിന്റെ തിക്നെസ് കുറവാണ്, വെൻട്രിക്കിൾസിന് അത് കുറച്ചും കൂടെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ തിക്നെസ് എവിടെയുള്ളത്? നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണ്.
കാരണം ഏട്രിയ എന്ന് പറയുന്നത് ബ്ലഡിനെ റിസീവ് ചെയ്യാണ്, അപ്പോൾ അവർക്ക് അത്രമാത്രം പ്രഷർ ഇല്ല. അതേസമയം വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുകയാണ്, അപ്പോൾ പ്രഷർ കൂടുതലായതുകൊണ്ട് വോൾ തിക്നെസ് കൂടുതലാണ്. പക്ഷേ ഇവിടെയോ ഇത് ജസ്റ്റ് പമ്പിങ് ടു ദ ലങ്സ് ആണ്, അപ്പോൾ വലിയ പ്രഷർ ഇല്ല. അതേസമയം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പമ്പ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പ്രഷർ ഉള്ളതുകൊണ്ട് അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വളരെ തിക്കായിട്ടുള്ള വോൾസ് ആണ് ഉള്ളത്. അപ്പോൾ ഏറ്റവും തിക്കസ്റ്റ് വോൾ കാണുന്ന ചേംബർ ഏതാണ്? ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇനി നമുക്കറിയാം ഇതിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസും പോകുന്ന ബ്ലഡ് വെസൽസും. ഏട്രിയ എപ്പോഴും ബ്ലഡ് വെസൽസിനെ റിസീവ് ചെയ്യുന്നു, വെൻട്രിക്കിൾസ് എപ്പോഴും പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡും കൊണ്ട് 2 മേജർ വെയിൻസ് ആണ് വരുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് വീന ക്യാവ. അത് 2 തരത്തിലുണ്ട്, ഇൻഫീരിയർ വീന ക്യാവയും സുപ്പീരിയർ വീന ക്യാവയും. അപ്പോൾ ശരീരത്തിന്റെ താഴെയുള്ള ഭാഗത്തു നിന്നെല്ലാം ബ്ലഡ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആരാണ്? ഇൻഫീരിയർ വീന ക്യാവ. ശരീരത്തിന്റെ മുകളിൽ തലയിലും ഷോൾഡറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് സുപ്പീരിയർ വീന ക്യാവ. അത് രണ്ടും നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുവരും. അതേസമയം നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഒരു ബ്ലഡ് വെസൽ വരുന്നുണ്ട്. ഇത് കൊണ്ടുവരുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇതിന്റെ പേര് പൾമനറി വെയിൻ. അപ്പോൾ നമുക്കറിയാം വെയിൻസ് എപ്പോഴും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൊണ്ടുവരുന്നത്, പക്ഷെ ഇതൊരു എക്സെപ്ഷൻ ആണ്. ഇതെന്താണ്? പൾമനറി വെയിൻ. ഇത് വീന ക്യാവ. ഓക്കെ, ഇനി ബ്ലഡിനെ കൊണ്ടുപോകുന്നത് ആരാണ്? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ലങ്സിലേക്ക് കൊണ്ടുപോകണം അല്ലേ? എന്തിനാണ്? പ്യൂരിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓക്സിജനേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ആരാണ്? പൾമനറി ആർട്ടറി. അപ്പോൾ ഇവിടെയും ഇതൊരു വ്യത്യാസമാണ്. സാധാരണ ആർട്ടറീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകില്ല അല്ലേ, അവർ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കൊണ്ടുപോകുന്നത് എന്താണ്? ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതേസമയം ഈ വശത്തുനിന്ന്, അതായത് നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് ഒരു മേജർ ആർട്ടറിയാണ്. അതിന്റെ പേരാണ് എയോട്ട. ഓക്കെ, എയോട്ടയിൽ നിന്നാണ് അത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെയും ഒരു വാൽവ് ഉണ്ട്, ഇവിടെയും ഒരു വാൽവ് ഉണ്ട്. ഈ വാൽവ്സിനെ പറയുന്ന പേരാണ് സെമി ലൂണാർ വാൽവ്സ്. അത് ഒരു ലൂണാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രക്കല അല്ലേ, ആ ഒരു ഷേപ്പിലായതുകൊണ്ടാണ് അതിനെ നമ്മൾ സെമി ലൂണാർ വാൽവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4 വാൽവ്സ് പഠിച്ചു വെക്കുക: ട്രൈകസ്പിഡ് വാൽവ്, ബൈകസ്പിഡ് വാൽവ് അഥവാ മിട്രൽ വാൽവ്, സെമി ലൂണാർ വാൽവ്, ഇവിടെയും സെമി ലൂണാർ വാൽവ്. അപ്പോൾ ഹാർട്ടിലെ ബ്ലഡ് വെസൽസ്, ഹാർട്ടിലേക്ക് വരുന്ന ബ്ലഡ് വെസൽസ്, ഹാർട്ടിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസ്, അതിൻ്റെ സെപ്റ്റത്തിൻ്റെ പേര്, അതിൻ്റെ വാൽവ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് നോഡൽ ടിഷ്യൂസ്. നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മസിൽ കൊണ്ടാണെന്നറിയാം അല്ലേ? ഏത് തരം മസിൽസാണ് ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? കാർഡിയാക് മസിൽ. അതിൽ ഒരു സ്പെഷ്യലൈസ്ഡ് മസിലിനെ പറയുന്ന പേരാണ് നോഡൽ ടിഷ്യൂ. ഈ നോഡൽ ടിഷ്യൂ ആണ് ഹാർട്ടിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്കറിയാം ത്രൂ ഔട്ട് ലൈഫ് ഹാർട്ടിൻ്റെ മസിൽസ് വർക്ക് ചെയ്യണം അല്ലേ? ബാക്കി എല്ലാ മസിൽസും, നമ്മുടെ സ്ട്രൈറ്റഡ് മസിൽസ് ആയിക്കോട്ടെ, നോൺ സ്ട്രൈറ്റഡ് മസിൽസ് ആയിക്കോട്ടെ, അവയെല്ലാം കുറച്ച് വർക്ക് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഫറ്റീഗാവും, തളർന്നു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കേണ്ടി വരും. അതേസമയം നമ്മുടെ ഹാർട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല, ഹാർട്ട് റെസ്റ്റ് ചെയ്താൽ RIP അല്ലേ? അപ്പോൾ ഹാർട്ടിന് റെസ്റ്റ് ഇല്ല. അതെന്തുകൊണ്ടാണ് ഈ ഹാർട്ട് കണ്ടിന്യൂസ് ബീറ്റ് ചെയ്യുന്നത്? ഈ സ്പെഷ്യലൈസ്ഡ് നോഡൽ മസ്കുലേച്ചർ ഉള്ളത് കൊണ്ടാണ്. അതിൽ ഒരു പാച്ച് ഓഫ് മസിൽ ഇവിടെയാണുള്ളത്, അതായത് റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിൽ, ഇവിടെ കൂടിയാണ് നമ്മുടെ സുപ്പീരിയർ വീന ക്യാവ വരുന്നത്. അവിടെ ആ വഴിയിൽ ആരുണ്ട്? ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതിൻ്റെ പേരാണ് സിനോ ഏട്രിയൽ നോഡ് അഥവാ SAN എന്ന് പറയും. ഈ SANൻ്റെ മറ്റൊരു പേരാണ് പേസ് മേക്കർ. അപ്പോൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, റൈറ്റ് അപ്പർ കോർണർ, അതായത് റൈറ്റ് വെൻട്രിക്കിളിൻ്റെ വലത് മുകൾ ഭാഗത്താണ് SAN കാണുന്നത്. ഇനി അതേ ചേംബറിൽ റൈറ്റ് ഏട്രിയത്തിൻ്റെ തന്നെ താഴ്ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു മസ്കുലേച്ചർ ഉണ്ട്. അതിൻ്റെ പേരാണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് ഓർ AVN. അപ്പോൾ SAN മുകളിലാണ്, AVN താഴെയാണ്. SAN റൈറ്റ് കോർണറിലാണ്, AVN ലെഫ്റ്റ് കോർണറിലാണ്. ഈ ഒരു സെപ്റ്റം ഉണ്ടല്ലോ, ഈ സെപ്റ്റത്തിനെ പറയുന്ന പേരാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം, അതായത് ഏട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ളത്. അപ്പോൾ ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിന് പുറത്തായിട്ടാണ് ഇതിനെ കാണപ്പെടുന്നത്. ഇനി ഈ AVNിൽ നിന്ന് ഒരു ബണ്ടിൽ ഓഫ് ഈ സെയിം മസ്കുലേച്ചർ നോഡൽ ടിഷ്യൂ താഴേക്ക് വരും. അതിനെ പറയുന്ന പേരാണ് AV ബണ്ടിൽ.
ഈ എ വി ബണ്ടില് ഈ സെപ്റ്റത്തിൽ കൂടെ കയറിയിട്ട് ഇവിടുത്തെ സെപ്റ്റത്തിലെത്തും. ഈ സെപ്റ്റത്തിന്റെ പേരെന്താ? ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം അല്ലെ. അപ്പൊ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിൽ കടന്ന ഉടനെ അത് രണ്ടായിട്ട് വഴിവിരിയും. എന്നിട്ട് 2 ബ്രാഞ്ചസ് വരും. ഈ ബ്രാഞ്ചസ് ഇവിടെ വെൻട്രിക്കിളിന്റെ വോളിലേക്ക് ചെന്നിട്ട് ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് മാറി അത് മുഴുവൻ പടരും. അതായത് നമ്മൾ 3 ഡയമെൻഷനിൽ ഇങ്ങനെ നോക്കിയാൽ ഈ ലോവർ പാർട്ട് വെൻട്രിക്കിൾ എന്ന് വെച്ചാൽ ഇവിടെ മുഴുവൻ സ്പ്രെഡ് ആയി ഇങ്ങനെ ബ്രാഞ്ചസ് കൊടുക്കും. അതിനെ പറയുന്ന പേരാണ് പെർകിഞ്ചി ഫൈബേഴ്സ്. അപ്പോൾ എ വി ബണ്ടിലായിട്ട് വരുന്നു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പെർകിഞ്ചി ഫൈബേഴ്സ് ആയിട്ട് ഫുൾ വെൻട്രിക്കിൾസിന്റെ വോളിന് ഈ ബ്രാഞ്ചസ് പടരുന്നു. ഇനി ഇവിടുന്ന് വരുന്ന ഈ ബണ്ടിലും ഈ പെർകിഞ്ചി ഫൈബേഴ്സും എല്ലാം കൂടി ചേർന്ന് പറയുന്ന പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. ഹിസ് എന്ന് പറയുന്നത് അത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരിന് ആസ്പദമാക്കിയിട്ട പേരാണ് ബണ്ടിൽ ഓഫ് ഹിസ്. അപ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഈ SAN വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് SAN നമ്മൾ പേസ് മേക്കർ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ കാരണം എന്തെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ഓർഗൻസും ബ്രെയിൻ പറയുന്നത് കേൾക്കും അല്ലേ, ബ്രെയിനിന്റെ മെസ്സേജ് വരാൻ കാത്തിരിക്കും. അതേസമയം ഹാർട്ട് അങ്ങനെയല്ല. ഹാർട്ട് അതിൻ്റെതായ ഇമ്പൾസസ് സ്വയം ക്രിയേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാനുള്ള കഴിവ് ഹാർട്ടിനുണ്ട്. അതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൂടാതെ അതിന് ഇമ്പൾസ് ഉണ്ടാക്കാൻ കഴിയും. അതിനെ നമ്മൾ ഓട്ടോ എക്സൈറ്റബിൾ എന്നാണ്, സ്വന്തമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് വരും. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ SAN. സോ SAN മാക്സിമം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ കഴിയും. അത് 70 മുതൽ 75 പെർ മിനിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ SAN പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പേസ് മേക്കറിൽ ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒരു മൈന്യൂട്ട് ഇലക്ട്രിക് വോൾട്ടേജ് ആണ്, അത് ഈ വോളിൽ കൂടി, ഇവിടെ വോളുണ്ടല്ലോ ഹാർട്ടിന്റെ വോളിൽ കൂടി എവിടെ വരും? AVNൽ വരും. AVN വന്ന ഉടനെ AVN അതിനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ പെർകിഞ്ചി ഫൈബേഴ്സ് അതിനെ ക്യാരി ചെയ്തിട്ട് അതിന്റെ ഫലമായിട്ട് നമ്മുടെ വെൻട്രിക്കിൾസിനെ കോൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും കഴിയും. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇനിഷ്യേറ്റ് ചെയ്യുകയും മാക്സിമം ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. SAN നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കുന്നു. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് നോഡൽ ടിഷ്യൂവിനെയാണ് പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ട്? അതേസമയം AVN നമ്മൾ പേസ് സെറ്റർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ കൊടുക്കുന്ന പേസ് അതിനെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ AVN വിചാരിക്കണം അല്ലേ. AVN അതിനെ പാസ് ചെയ്യാതെ മടി പിടിച്ചാൽ അവിടെ തകർന്നു. അപ്പോൾ ഈ AVN അപ്പോഴും തന്നെ ഈ മെസ്സേജസിനെ കൊടുത്ത് അതിനെ പേസ് സെറ്റ് ചെയ്ത് വെക്കും. അപ്പം പേസ് മേക്കറും പേസ് സെറ്ററുമാണ്. അപ്പോൾ ഇതാണ് നോഡൽ ടിഷ്യൂസ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗങ്ങളെല്ലാം നന്നായി മനസ്സിലായെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബയോളജി മൈ പാഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.